ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗൈൻ ഫ്രം NRI ട്രേഡർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ചാണ്. രണ്ടിൻ്റെയും വാല്യുവേഷൻ സൂപ്പറാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ബജറ്റിന് ശേഷം ഉണ്ടാക്കിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബാങ്കിങ് സെക്ടറായിരിക്കും ഞാൻ കൂടുതൽ ബുള്ളിഷ് ആയിരിക്കുക ഈ ഒരു ഇയറിൽ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതേ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ കമ്പനികളെ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, ഇത് മൂന്നിനെ ഞാൻ എപ്പോഴും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ഞാൻ ഉണ്ടാക്കാറുള്ളത്, ഓരോ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് എനിക്ക് അതിൽ ആ ടാർഗറ്റിലെത്തുന്നത് വരെ, നമ്മുടെ പ്രൈസിന് ടാർഗറ്റിലെത്തുന്നത് വരെ ആ ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷൻ പവർ നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെ ഞാൻ കൊളാബറേറ്റ് ചെയ്യുമ്പോഴും മാത്രമാണ്. അപ്പം ഇതാണ് എൻ്റെ ബേസിക്കലി എൻ്റെ സ്റ്റോപ്പ് ലോസ്. ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ അതിനെ ഒഴിവാക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ട്രേഡുകളിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാറില്ല, പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാറില്ല. ഇൻസ്റ്റെഡ് ഞാൻ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസിന് ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ഇറങ്ങി ചെല്ലുക, എത്രമാത്രം നമുക്ക് ഓരോ കമ്പനിനെയും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് കൺവിക്ഷൻ പവർ കൂടും. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാവുക. ഈ കമ്പനിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വയനാട്ടിലെ ഒരുപാട് ഒരു ജനത ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മലയാളികൾ നമ്മളെപ്പോഴും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജില്ലകൾ മാറിക്കോട്ടെ, എന്തു വേണമെങ്കിൽ മാറിക്കോട്ടെ, മതം, ജാതി ഇതൊക്കെ മാറിക്കോട്ടെ, എന്നാൽ കൂടി നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഒന്നു ചേർന്ന് നിൽക്കാറുണ്ട്. അത് പേര് കേട്ട ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ വയനാട്ടിലെ ആൾക്കാർക്ക് നമ്മളുടെ ആവശ്യമുണ്ട്, നമ്മുടെ സഹായം ആവശ്യമുണ്ട്. എല്ലാവരും അതിന് മനസ്സ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കമ്പനി ഏതാണ്? ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. അപ്പം ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയിന് ഒരു ബൈയിങ് ഓർ സെല്ലിംഗ് റെക്കമെൻഡേഷനായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടരുത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കൺവിക്ഷൻ പവർ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന എന്താണ്? നമ്മളുടെ ബിസിനസ് അനലൈസിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ അല്ലേ. സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് ഇവർ വ്യത്യസ്തരാകുന്നത്? അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഈ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? അൺസേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസേർവ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് എല്ലാ ബാങ്കിങ്ങിൻ്റെ വ്യവസ്ഥകളും വെച്ചിട്ട് എല്ലാ ബാങ്കിങ്ങിൻ്റെ ഫെസിലിറ്റിയും അവർക്കും കൂടെ ഉപയോഗപ്പെടണം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ തുടക്കം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏതൊക്കെയാണ് വരിക? ചെറിയ ചെറിയ ബിസിനസ് യൂണിറ്റുകൾ, ഇപ്പോൾ സ്മോൾ മാർജിനൽ ഫാമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്, ഇതുപോലത്തെ നമ്മുടെ എന്താ പറയുക, കൈത്തറി, അതേപോലത്തെ ഹാൻഡിക്രാഫ്റ്റ്, ഇതേപോലത്തെ എങ്ങനത്തെ നിങ്ങൾ തയ്യൽ മെഷീനൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഓട്ടോറിക്ഷ, ഇങ്ങനെ തുടങ്ങി ഏത് ടൈപ്പിലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കും ചെറിയ രീതിയിലുള്ള ലോണുകൾ ആവശ്യമായിട്ടുള്ള ഒരു പബ്ലിക്കിന് അവർക്ക് ബാങ്കിങ് ഫെസിലിറ്റി എങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ കൊടുക്കാം, അതിനുള്ള ഉത്തരമാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. RBI തിരഞ്ഞെടുത്തിട്ടുള്ള സെക്ടറുകളിൽ, സർട്ടൺ സെക്ടറുകളിൽ എല്ലാ ബാങ്കുകൾക്കും, അത് ലാർജ് ആയിക്കോട്ടെ, ഇതുപോലത്തെ സ്മോൾ ഫിനാൻസ് ആയിക്കോട്ടെ, ഇവർക്കൊരു സർട്ടൺ പ്രൊപ്പോർഷൻ ഓഫ് അമൗണ്ട് ഇങ്ങനെ ഒരു പബ്ലിക്കിലേക്ക് പോകണം അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടണം എന്ന് RBIൻ്റെ റൂളുണ്ട്. ഓക്കെ, അപ്പോൾ ആ റൂൾ എന്താണെന്ന് വെച്ചാൽ ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതിനെന്താ പറയുക? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്നാണ് പറയുക ആ ഒരു പ്രോസസ്സിന്. അപ്പോൾ RBI സെലക്ട് ചെയ്തിരിക്കുന്ന പ്രയോറിറ്റി സെക്ടറുകളിൽ ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്കിന് 75% ലോണുകൾ കൊടുക്കേണ്ടത് ഇതേപോലത്തെ ചെറിയ ബിസിനസ്സുകൾക്ക് മാത്രമാണ്, കൊടുത്തിരിക്കണം. മിനിമം റിക്വയർമെൻ്റ് ആണത്. അത് മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് 40%, പക്ഷേ ഇവർക്ക് 75% മിനിമം റിക്വയർമെൻ്റ് ആണ് ഇതുപോലത്തെ പബ്ലിക്കിന് ആ ലോൺ എമൗണ്ടുകൾ കൊടുക്കുക എന്നുള്ളത്. അതിൽ തന്നെ 50% ലെൻഡിങ് ഷുഡ് ബി ബിലോ 25 lakh, അതാണ് പറയുന്നത്. 25% ബ്രാഞ്ചുകൾ ഇറ്റ് ഷുഡ് ബി ഇൻ ദ റൂറൽ ഏരിയ. മനസ്സിലായില്ല, ഗ്രാമങ്ങളിലായിരിക്കണം അവരുടെ 25% ബ്രാഞ്ചുകൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഇവരുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. കാരണം ലെൻഡിങ് ചെയ്യുമ്പോൾ, കടം കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതേപോലെ അണ്ടർസേർവ് ആയിട്ടുള്ള പബ്ലിക്കിന്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇവർ സെർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ RBIൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഇവർക്ക് അപ് ടു ഇപ്പോൾ ജൂലൈ, ഇവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫ്രം 17 July 2024 24.62% ആണ് ഇവർക്ക് പിന്നെ പലിശ വാങ്ങിക്കാൻ കഴിയുന്നത്. കടം കൊടുത്തു കഴിയുമ്പോൾ അത് 26% വരെ കൊണ്ടുപോകാം ഇവർക്ക്.
ബിക്കോസ് എന്താണ് ഇതിൻ്റെ റീസൺ എന്താണ് വൈ അത് ആ റീസൺ നിങ്ങൾക്ക് അറിയണം അല്ലേ. കാരണം പിന്നെ മറ്റുള്ള ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ 10%, 8% ചാർജ് ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് 26% വരെ ചാർജ് ചെയ്യുന്നത്? ബിക്കോസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം. സ്മോൾ മൈക്രോ ബിസിനസ് ഓണേഴ്സിന് അവർക്ക് ബാങ്കിങ് ഹിസ്റ്ററി ഒന്നും മര്യാദയ്ക്ക് ഉണ്ടാവില്ല അല്ലേ. നല്ലൊരു ബാങ്കിൽ നല്ലൊരു ഹിസ്റ്ററി ഉണ്ടാവില്ല. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഈ ITR വേണം, അത് വേണം, ഇത് വേണമെന്ന് പറയും അല്ലേ, അവർക്ക് ലോൺ വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ. പക്ഷേ ഇതേപോലത്തെ ബാങ്കുകൾ നമ്മൾ സമീപിക്കുമ്പോൾ ഇത്രയും ബാങ്കിങ് ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ലോണുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ ലോണുകൾ കൊടുക്കാൻ ബാങ്കിന് കഴിയുന്നു ആസ് പെർ ദ RBI ഗൈഡ് ലൈൻസ് അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളും ചെറുതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ലോൺ ടിക്കറ്റ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ 18,000 രൂപ മുതൽ ലോൺ തുടങ്ങുന്നുണ്ട് മൈക്രോ ഫിനാൻസിങ്ങിൽ വരുമ്പോൾ അല്ലേ. 18,000 തൊട്ട് 70,000 രൂപ വരെ ഉണ്ട്. പിന്നെ അത് വേറെ സ്കെയിലുകളാണുള്ളത്. ഇത് മൈക്രോ ഫിനാൻസിങ്ങിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പം 18,000 രൂപ ലോണും കൊടുത്തിട്ട് പിന്നെ ബാങ്ക് ഒരു സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കിന് സർവീസ് ഒരു കസ്റ്റമറിന് സർവീസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ നൂലാമാലകളുണ്ടോ അവിടെ അല്ലേ, പേപ്പർ വർക്ക് കാര്യങ്ങൾ എല്ലാം, ഇതൊക്കെ ഇവർക്കും ബാധകമാണ്, ഇവർക്കും ചെയ്യണം. ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും അത് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ലോൺ ടിക്കറ്റ് സൈസ് വളരെ ചെറുതായത് കൊണ്ട് തന്നെ ഇവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല ഇത്രയും ചിലവുകൾ കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ RBI കൊടുത്തിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവർക്ക്. യു ക്യാൻ ചാർജ് അപ് ടു 26%. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് റെഫറൻസ് ലിങ്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. അപ്പോൾ ഇതാണ് RBIൻ്റെ സർക്കുലർ. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി അക്കോർഡൻസ് വിത്ത് ദ ഡയറക്റ്റീവ് ഓഫ് ദ റിസർവ് ബാങ്ക് within the area of the declaration. However, banks are expected to take sympathetic view of the difficulties of the borrowers. അപ്പോൾ ദർ ഇസ് നോ സർട്ടൺ റൂൾസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ 26% ഇപ്പോൾ RBI കൊടുത്തേക്കുന്ന ഒരു അലോവബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഫോർ ദിസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് NPA, നോൺ പെർഫോമിംഗ് അസെറ്റ്. ബിക്കോസ് ഇങ്ങനത്തെ ലോണുകൾ വാങ്ങുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചില സമയങ്ങളിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവരുടെ ചെറിയ ബിസിനസ്സുകളായിരിക്കും. അപ്പോൾ ആ ബിസിനസ്സൊക്കെ ചെയ്ത് പിന്നെ അതിനകത്ത് ലാഭം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇവർക്ക് തിരിച്ച് ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ എപ്പോഴും ഈ NPA, നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഇതേപോലത്തെ ബാങ്കുകൾ വെക്കണം എന്നാണ് RBIൻ്റെ റൂൾ അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പൈസ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് മാത്രം നിങ്ങൾ ബാക്കി പ്രോഫിറ്റുകൾ കാണിക്കുക. അപ്പം അതിൽ വരുന്ന ഒരു ബാങ്കാണ് ISAF എന്ന് പറയുന്ന ബാങ്ക്. കാരണം ഇതേപോലത്തെ പ്രൊവിഷൻസൊക്കെ വെച്ച് ഇതേപോലെ ബിസിനസ്സുകൾ ചെയ്ത് കേരളത്തിൽ തുടങ്ങിയ ഒരു ബാങ്കാണ്. ഇപ്പോൾ അത് ഒരു മഹാരാജ്യത്തിലെ വലിയൊരു ബാങ്കായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ബാങ്കാണ് ISAF സ്മോൾ ഫിനാൻസ് ബാങ്ക്. അതിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ CEO ആയിട്ടിരിക്കുന്നത് രവിമോഹൻ സാറാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ, അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ CEO ആണ് MD ആയിട്ടുള്ള പോൾ തോമസ് സാറാണ്. ഓക്കെ, അപ്പോൾ രണ്ടും വിഷണറി ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി 2014 തുടങ്ങിയിട്ട് ഇവരുടെ ഒരു ജേണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 2014 തുടങ്ങി 2023 ആയപ്പോഴത്തേനും ഇവർ NSE BSEയിൽ ഇവരെ കൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ അവർ ഇപ്പോൾ ടൈഡ് അപ്പ് വിത്ത് കോട്ടക് ലൈഫ് ഇൻഷുറൻസ് ടു ബ്രോഡൻ ദ റേഞ്ച് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഇവർ ഇൻഷുറൻസ് പ്രോഡക്റ്റിലേക്കും ഇവർ എത്തിത്തുടങ്ങി പതുക്കെ. ഓക്കെ, അപ്പോൾ 2024 ആയപ്പോഴത്തേനും എന്താണ് ഇവിടെ സംഭവിച്ചത്? ടൈഡ് അപ്പ് വിത്ത് ഇഡൽവൈസ് ലൈഫ് ഇൻഷുറൻസ് ടു ബ്രോഡൻ ദ റേഞ്ച് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഓതറൈസ്ഡ് ഡീലർ കാറ്റഗറി 1 ലൈസൻസും കൂടെ, ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ലൈസൻസും കൂടി ഇവർക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ് ഫോർ ദ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഓക്കെ, ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ബാങ്കിങ്ങിനെ കുറിച്ചുള്ള. ഇവർക്ക് എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇപ്പോൾ ടോട്ടലായിട്ട്? ഇപ്പോൾ 755 ATM ഇവർക്കുണ്ട്. ഇവർ 25 സ്റ്റേറ്റുകളിൽ ഇവർ എത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ATM 627 ആയിക്കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ ബാങ്കിങ് ഏജൻറ്റ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5386 ബാങ്കിങ് ഏജൻറ്റ്സ് ഇവർക്കുണ്ട്. ഇവർ റീസെൻ്റ് ആയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഈ ബാങ്ക് തുടങ്ങിയതെങ്കിലും കേരളത്തിലെ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യം 56% അവർ കോൺസെൻട്രേറ്റ് ചെയ്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അവരുടെ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് അവർ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് അവരുടെ ബിസിനസ്സുകളെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിവിടെ കണ്ടാൽ മനസ്സിലാവും കേരള ദ ഗ്രോസ് അഡ്വാൻസ്ഡ് ബൈ സ്റ്റേറ്റ്സ്. അതിൽ കേരളമാണ് 35%, ഏറ്റവും കൂടുതലാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. തമിഴ്നാട് 21, മഹാരാഷ്ട്ര 10.5 ആൻഡ് സോ ഓൺ.
ദെൻ സ്പ്ലിറ്റ് ബാങ്കിങ് ഔട്ട്ലെറ്റ്സ് അക്രോസ് ദ ലൊക്കേഷൻ, അതിൽ സെമി അർബൻ ഏരിയയിൽ 58%, അർബൻ ഏരിയയിൽ 20%, റൂറൽ ഏരിയയിൽ 11%, മെട്രോ സിറ്റികളിൽ 10%, ഇവരുടെ ഈ ടോട്ടൽ ബ്രാഞ്ചസുകൾ ഇവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. 62% ഓഫ് ദ ബാങ്കിങ് ഔട്ട്ലെറ്റ്സ് നെറ്റ്വർക്ക് ഇൻ സൗത്ത് ഇന്ത്യ കോൺട്രിബ്യൂട്ട്സ് 87% ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് 68% ഓഫ് ഗ്രോസ് അഡ്വാൻസ്. 86 ലക്ഷം കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. സബ്സ്ക്രൈബർ യൂട്യൂബ് ചെയ്തത് ഇപ്പോൾ അതാണ് എനിക്ക് വരുന്നത് അതിൽ. 86 ലക്ഷം കസ്റ്റമേഴ്സ് അവർക്കുണ്ട്. ദെൻ 6283 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 35 ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് കറസ്പോണ്ടൻസ് ഇവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ ഒരു ബാങ്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം ഇതുവരെ ഇപ്പോൾ പ്രധാനമന്ത്രിൻ്റെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ യോജനകൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ബഡ്ജറ്റിൽ അവർ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ, പ്രധാനമന്ത്രി ആവാസ് യോജന വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ അവർ എയിം ചെയ്യുന്നത്? ടു പ്രൊവൈഡ് അഫോർഡബിൾ ഹൗസിംഗ് ടു ദ റൂറൽ പുവർ. ഓക്കെ, ഇൻക്രീസിങ് ഗ്രോത്ത് ഡിമാൻഡ് ഫോർ ഹൗസിംഗ് ലോൺസ് ബേസിക്കലി അല്ലേ സംഭവിക്കും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന അല്ലേ, ഗ്രാമങ്ങളിലെ റോഡുകൾ വികസിപ്പിക്കുന്ന ഒരു കാര്യത്തിനാണ് എയിം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? വിച്ച് ക്യാൻ ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ദ നീഡ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. ദെൻ ഫാമേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലും ബാങ്കിങ്ങിന് ഇതേപോലത്തെ ഇസാഫ് പോലത്തെ കമ്പനികൾ ഗുണം കിട്ടും. നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്മോൾ ബിസിനസ്സസ് ഇൻ ഇന്ത്യ, ആ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 63-64 മില്യൺ ആണ്. എന്താണ് MSMEs എന്ന് പറഞ്ഞാൽ? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് അല്ലേ, MSME എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ 63-64 മില്യൺ ബിസിനസ്സാണ് അങ്ങനത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഈ നമ്മുടെ ഈ രാജ്യത്തുള്ളത്. വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ്. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് MSMEs എംപ്ലോയിഡ് അറൗണ്ട് 111 മില്യൺ പീപ്പിൾ കൺട്രിബ്യൂട്ടിങ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ എക്കണോമി. അപ്പോൾ ഇതുപോലത്തെ 64 മില്യൺ MSME ബിസിനസ്സുകൾ ഇവിടെ ഉണ്ട്. അതിൽ തന്നെ 111 മില്യൺ ആൾക്കാർക്ക് ഇതുപോലെ ഒരു ജോലി ഈ ഒരു സെക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇവരെ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് നോക്കുക? അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രെഡിറ്റ് ഡിമാൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു നബാർഡ് ദ ക്രെഡിറ്റ് ഡിമാൻഡ് ഫോർ റൂറൽ MSMEs ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ അറ്റ് എ CAGR ഓഫ് 15% ഓവർ ദ നെക്സ്റ്റ് 5 years. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എമംഗ് ദ 64 മില്യൺ MSME ഇൻ ദ ഇൻഡസ്ട്രി ഓൺലി 14% ഹാവ് ആക്സസ് ടു ക്രെഡിറ്റ്. ക്യാൻ യു ഇമാജിൻ ദിസ്? എത്ര വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഇവർക്കുള്ളത് എന്നുള്ള കാര്യം. എമംഗ് ദ 64 മില്യൺ MSME ഇൻ ദ കൺട്രി, അത്രയും 64 മില്യൺ ബിസിനസ്സുകളിൽ നിന്നും 14% മാത്രമാണ് ക്രെഡിറ്റ് ആക്സസ് ഉള്ളത്, ലോൺ എടുക്കാനുള്ള ആക്സസ് ഉള്ളത്. മറ്റുള്ളവർക്കില്ല സത്യം പറഞ്ഞാൽ അല്ലേ. കാരണം വലിയ വലിയ ബാങ്കുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ബാങ്കിങ് ഹിസ്റ്ററി അത് ഇത് ചക്കമാങ്ങ കുറേ കാര്യങ്ങൾ വേണം അല്ലേ. അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ ഇവർക്ക് ആരാണ് ലോൺ കൊടുക്കുക? നമ്മുടെ ഇസാഫ് പോലത്തെ ബാങ്കുകളാണ് ഇവർക്ക് ലോൺ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. എസ്പെഷ്യലി വെൻ ദേ ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആസ് വെൽ അല്ലേ. ചെറിയ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ബിസിനസ് ഈസ് എ ഗുഡ് ബിസിനസ്. ഇത് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്, ദർ ഇസ് നോ ഡൗട്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചു എഡൽവൈസുമായിട്ട് ലൈഫ് ഇൻഷുറൻസുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഓരോ കാര്യത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ കോഴ്സിനകത്ത് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ ഇതേ കാര്യങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത്ര നേരം കൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ബാങ്കിങ്ങിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായി, ഈ ബാങ്ക് എന്താണ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ ഈ ബിസിനസ് ഇനി ഇവിടുന്ന് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടോ? യെസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ബാങ്കിൻ്റെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടോ? യെസ് ഗ്രോത്ത് ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് രണ്ടാമത് നോക്കാനുള്ള കാര്യം എന്താണ്? ഫണ്ടമെൻ്റൽ അനലൈസിസ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനലൈസിസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ 2606 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ചെറിയ കമ്പനിയാണ് ഇസാഫ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ PE റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ 7.26 എന്ന PE റേഷ്യോയിലാണ് ഇപ്പോൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ നോക്കുമ്പോൾ 1.04 ഈ കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ വാല്യുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് ഇപ്പോൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റവന്യൂ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ജൂൺ 2022, ജൂൺ 2023, ജൂൺ 2024 സെയിം മന്ത് ഡിഫറെൻറ്റ് ഇയേഴ്സ്. അപ്പോൾ 690 കോടി രൂപ, 899 കോടി രൂപ, ദെൻ 1022 കോടി രൂപ, ഹയസ്റ്റ് എവർ റവന്യൂവിൽ അവർക്ക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി.
പിന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ 106 കോടി രൂപ, 130 കോടി രൂപ, 63 കോടി രൂപ അല്ലേ. അപ്പോൾ 130 കോടി രൂപ ഇവിടെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ 63 കോടി രൂപയായിട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു NPA അല്ലേ, നോൺ പെർഫോമിംഗ് അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റിന് വേണ്ടിയിട്ട് ഇവർ എപ്പോഴും ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ 106 കോടി രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് 58, 37 കുറഞ്ഞു അല്ലേ. കാരണം ഇവിടെ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ നമ്പേഴ്സ് ഇവിടെ കൂടി, അപ്പോൾ അതിന് പ്രൊവിഷൻ വെച്ചു. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇങ്ങനത്തെ ചെറിയ ഈസാപ്പ് പോലത്തെ കമ്പനികളിൽ NPA കൂടുക കുറയുക എന്നുള്ളത്. കാരണം ഓരോ പീക്ക് സെഷനിലും ഇപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ ഇവരുടെ സൗത്ത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവർ ലോൺ എടുക്കുന്ന ഒരു സെക്ഷനാണ് ഫിഷർമാൻസ് അല്ലേ, നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ ഈ ഒരു മാസങ്ങളിൽ അവർക്ക് ബിസിനസ് ഏറ്റവും കുറവായിരിക്കും. അങ്ങനെ കുറവ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എടുത്ത ലോണുകൾ തിരിച്ചു കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ മാത്രം പറയുകയാണ് കേട്ടോ. അപ്പം ആ ഒരു സമയത്തേക്ക് ഇവിടെ NPA കൂടും, പിന്നെയും ഇവർ പ്രൊവിഷൻ വയ്ക്കും, പിന്നെ ലോൺ റിക്കവറി ചെയ്യും, പിന്നെയും പൈസ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേരിയേഷൻ നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ റവന്യൂ 1032 കോടി രൂപയിൽ തുടങ്ങി 3942 കോടി രൂപ ട്രെയിലിംഗ് 12 മന്തിൽ ഇവർക്ക് ഇത്രയും റവന്യൂ ഇവർക്കായി കഴിഞ്ഞു. അത്രത്തിൻ്റെ ബിസിനസ് അവർ ചെയ്തിട്ടുണ്ട്. 90 കോടി രൂപ പ്രോഫിറ്റിൽ തുടങ്ങി ഇപ്പോൾ നിൽക്കുന്നത് 426 കോടി രൂപ വരെ പോയതാണ്. ഈ ഒരു വർഷത്തിൽ 358 കോടി രൂപയായിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഐ ടോൾഡ് യു ദ റീസൺ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 90, 190 അല്ലേ, പിന്നെ കുറഞ്ഞു 105 പിന്നെയും കുറഞ്ഞു 55 പിന്നെന്താണ് ഡബിളായി 302 അല്ലേ, പിന്നെ 426 ഏറ്റവും ഹയസ്റ്റ് എവർ വന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടിയും കുറഞ്ഞിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കുറഞ്ഞതിനേക്കാളും കൂടുതൽ അടുത്ത ഒരു ക്വാർട്ടറിൽ ഇവർ പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. റിസർവിൽ നോക്കുമ്പോൾ കമ്പനിയുടെ സ്വന്തം പൈസ, ബാങ്കിൻ്റെ സ്വന്തം പൈസ 1977 കോടി രൂപ ഇവരുടെ സ്വന്തം പൈസയായിട്ട് ഹയസ്റ്റ് എവർ റിസർവിൽ ഇവരുടെ കയ്യിലിപ്പോൾ ക്യാഷ് ഉണ്ട് ഇവരുടെ ബേസിക്കലി. ദെൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 5541 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. റൈറ്റ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 63.39% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. FIIസിൻ്റെ കയ്യിൽ 0.12, DISൻ്റെ കയ്യിൽ 8.90, പബ്ലിക്കിൻ്റെ കയ്യിൽ 27.50% അല്ല. ആകെപ്പാടെ ഉള്ളത് എനിക്ക് തോന്നുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് 13% മാത്രമാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം ഇതേപോലത്തെ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലാണ്. അതിൽ തന്നെ യൂസഫ് അലി സാറിൻ്റെ കയ്യിലും നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ കയ്യിൽ 4.49% ഉണ്ട്. പിന്നെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ കയ്യിൽ 3.64% ഉണ്ട്. ദെൻ ബാക്കിയുള്ള 2 വലിയ ആൾക്കാരുടെ കയ്യിലും നല്ല പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ, നോർമൽ പബ്ലിക്കിൻ്റെ കയ്യിൽ 13% മാത്രമേ ഈ കമ്പനിയുടെ പിന്നെ ഷെയർസ് ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ഇവരുടെ ഒരു ബിസിനസ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ആസ് ഓഫ് നൗ എക്സെപ്റ്റ് ദ NPA നമ്പേഴ്സ്. അപ്പോൾ NPA ഇവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഹിസ്റ്ററി അവർക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ പോയിന്റ് ഇപ്പോൾ ഇഗ്നോർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇവരുടെ ഒരു ഫണ്ടമെൻ്റൽ അനലൈസിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് കൂടുതലായിട്ടൊന്നും അലാമിംഗ് ആയിട്ടുള്ള യാതൊരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് എവർ ലെവലിൽ നിന്നും ഇത് താഴേക്ക് വന്നിട്ട് ഇപ്പോഴത്തെ ഈ ലെവലിൽ നിന്നും ഇത് റിക്കവറായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, മുകളിൽ തിരിച്ച് അതേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലെവലിൽ 62% ഇവിടുന്ന് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഷോർട്ട് ടേം ടാർഗറ്റായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഷോർട്ട് ടേം ആയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ 27% ഒരു ടാർഗറ്റ് എനിക്ക് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള 2 ടാർഗറ്റാണ് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ കംപ്ലീറ്റ്ലി. കാരണം ഈ ബാങ്ക് തീർച്ചയായിട്ടും ഇതേ പെർഫോമൻസ് ഇതേ രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഇത് ആ ഒരു രീതിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. സോ ഐ ആം ഇൻവെസ്റ്റഡ് ഇൻ ദിസ് ബാങ്ക്. സെക്കൻഡ്, നമ്മളിപ്പോൾ 2 ബാങ്കിനെ കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൽ രണ്ടാമത്തെ ബാങ്ക് ഏതാണ്? രണ്ടാമത്തെ ബാങ്കാണ് നമ്മുടെ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി ഒരുപാട് സമയങ്ങൾക്ക് മുമ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം ഈ സ്റ്റോക്ക് പ്രൈസ് അവിടുന്ന് താഴേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം ആ സ്റ്റോക്ക് പ്രൈസ് ഉള്ളത് അതേ ലെവലിലാണ്. ഓക്കെ, വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് മറ്റുള്ള എൻ്റെ സ്ട്രാറ്റജികൾ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഇതിനകത്ത് 30-35% പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പോലും സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ അവിടെ നമ്മുടെ അതേ ലെവലിൽ ഇപ്പോഴും അവൈലബിൾ ആണ്.
ആ വീഡിയോയിലെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളത് കാണാത്ത ആൾക്കാരെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ. അപ്പോൾ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കാര്യവും സെയിം തന്നെയാണ്. ഇപ്പോഴത്തെ ലെവലിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 56% വരെ ഇതിൻ്റെ ടാർഗറ്റ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതാണ് 2 ബാങ്കുകൾ. അപ്പോൾ ഈ 2 ബാങ്കിനെ കുറിച്ചിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് നോക്കുക. റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് കൺവിക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. റൈറ്റ്. ഇതിനെക്കുറിച്ചുള്ള ഈ 2 കമ്പനികളെ കുറിച്ച് മാത്രമല്ല, എൻ്റെ മറ്റുള്ള എല്ലാ ടൈപ്പിലുള്ള ഇതുവരെ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കമ്പനികളെ കുറിച്ചിട്ടുള്ള ഫർദർ ഇൻഫർമേഷൻസ് ഞാൻ എൻ്റെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഫ്രീ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. റൈറ്റ്. ഇതിൻ്റെ കോൺടാക്ട്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളൂ. ഫ്രീ സ്ട്രാറ്റജി വീഡിയോസ് ഇവിടെ ഉണ്ട്, അത് നോക്കിക്കോളൂ. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഇതുവരെ അച്ചീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റാണിത്. അതിൻ്റെ കൂടെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയും കിട്ടും. ഓക്കെ, നമ്മൾ എപ്പോഴാണ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്, എന്നാണ് ടാർഗറ്റ് അച്ചീവ് ആയത്, ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ബാക്കിയുള്ള അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് അതുള്ളത്. പിന്നെ എൻ്റെ കോഴ്സ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാസ്റ്ററിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്നുള്ള കോഴ്സാണിത്. ഇക്വിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അതിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് റിവ്യൂ കാണാൻ വേണ്ടി പറ്റും, വായിച്ചു നോക്കുക. വീഡിയോ റിവ്യൂ കാണണമെങ്കിൽ വീഡിയോ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അതും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ. ഇക്വിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ബിസിനസ് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ നോക്കിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി നമുക്ക് എങ്ങനെ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാം, എങ്ങനെ നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കണം എന്നുള്ളതാണ് ഈ കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നതും അതാണ് എനിക്ക് റിവ്യൂ ആയിട്ട് കിട്ടുന്നത്. So thank you so much for watching this video. I'll see you with another one. Till then, bye bye.